ആ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സപ്തദിന സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. പണിക്കരപ്രായയിൽ പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മവീര്യത്തിൻ്റെയും ഒക്കെ അടയാളം എന്ന നിലയിൽ നമ്മൾ നോക്കിക്കാണുന്ന ഗസയുടെ നാമധേയത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പവലിയനിലാണ് മുസ്ലിം ലീഗിന്റെ സമ്മേളനം കൊടിയേറുന്നത്. പഞ്ചായത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇന്നവരെ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ അനുബന്ധമായ സജ്ജീകരണങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഈ സമ്മേളനം ആരംഭിക്കുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം കെട്ടിപ്പിടിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത പാലക്കാട്ട് ഞങ്ങളുടെ പൂർവകാല നേതാക്കൾ പ്രിയപ്പെട്ട KP മൂസ സാഹിബും അതുപോലെ തന്നെ TP അബ്ദുൽ അസീസ് സാഹിബും KR റഹ്മാൻ സാഹിബും മച്ചിങ്ങൽ മുഹമ്മദ് കുട്ടി സാഹിബും അങ്ങനെ തുടങ്ങി എൻ്റെ MKC മൊയ്തീൻ സാഹിബ്, അങ്ങനെ ആ നിര ഒരുപാട് പേരുണ്ട്. ഈ സംഘടനയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാന്മാരായ നേതാക്കന്മാർ പടുത്തുയർത്തിയ മുസ്ലിം ലീഗ് പ്രസ്ഥാനം, ആ സംഘടനയുടെ പുതിയ കാലത്തെ അമരത്ത് നിൽക്കുന്ന ഞങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ അർത്ഥത്തിലും മികച്ചു നിൽക്കുന്ന വിധത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. 7 ദിവസങ്ങളിൽ ഏറെ കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ ഈ സമ്മേളനത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം കാവിയണിയുന്ന നവമാർക്സിസം, നേരുറപ്പിന്റെ ഹരിതരാഷ്ട്രീയം എന്നുള്ളതാണ്. ആ പ്രമേയം എത്രമേൽ പ്രസക്തമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഈ സമ്മേളനം തുടക്കം കുറിക്കുന്നത്. സമ്മേളന പ്രമേയം തീരുമാനിച്ച് ആ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടീം ഡയലോഗ് 3-4 ആഴ്ചകൾക്ക് മുന്നേ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി പ്രസക്തമാകുന്ന നാളുകൾ ഇപ്പം നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഒരു സർക്കാരുണ്ടോ എന്ന് സർക്കാരിൽ ഭാഗവാക്കായ ആളുകൾ തന്നെ ചോദിക്കുന്ന വിധത്തിൽ ഈ ഗവൺമെന്റിനെ വിലക്കെടുത്തുകൊണ്ട് BJP മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രമേയം, വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടുള്ള പ്രമേയം പ്രസക്തമാകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഏതാണ് BJP ഏതാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ പ്രമേയം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ഇതിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യവും